പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ആരാണ് ഇവിടുത്തെ നിയമ സംവിധാനത്തെ കബളിപ്പിക്കുന്നത്? വീട്ടുകാർ ആവശ്യപ്പെട്ടത് കാരണമാണ് സ്ത്രീധന പീഡന പരാതി നൽകിയതെന്ന് യുവതിയും രാഹുലിന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദം മൂലമാണ് മൊഴിമാറ്റമെന്ന് യുവതിയുടെ പിതാവും പറയുമ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കണം? പ്രതി രാഹുലിനെതിരെ തനിക്ക് പരാതിയില്ലെന്ന് വ്യക്തമാക്കി യുവതി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. എന്നാൽ രഹസ്യമൊഴി കണക്കിലെടുത്ത് കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. രാഹുലുമായി ഒന്നിച്ച് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ അവൾ ആ വഴിക്ക് പോകട്ടെ. പക്ഷേ ആര് പറയുന്നതാണ് സത്യമെന്ന കാര്യം പുറത്തുവരണം. ഭർത്താവ് രാഹുൽ പി ഗോപാലിനെതിരെ ഉന്നയിച്ച പരാതി സമ്മർദ്ദം മൂലമാണെന്നും പരാതി ഉന്നയിച്ചതിൽ പശ്ചാത്താപമുണ്ടെന്നും വ്യക്തമാക്കുന്ന വീഡിയോ യുവതി പുറത്തുവിട്ടതാണ് കേസിൽ വഴിത്തിരിവായത്. രാഹുൽ ചാർജർ കേബിൾ കൊണ്ട് കഴുത്തുമുറുക്കിയെന്നും ബെൽറ്റ് കൊണ്ട് തല്ലിയെന്നും പറഞ്ഞതെല്ലാം കളവാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണവും യുവതി നിഷേധിച്ചു. എന്നാൽ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. രാഹുലിനെതിരെ യുവതി കോടതിയിൽ നൽകിയ രഹസ്യമൊഴി കണക്കിലെടുത്ത് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം യുവതി മൊഴിമാറ്റിയത് സമ്മർദ്ദം മൂലമാണെന്ന ആരോപണവുമായി അച്ഛൻ രംഗത്തെത്തി. മകൾ രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നും അച്ഛൻ പറയുന്നു. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവൾ പറയില്ല. ഭീഷണിയും ഒരുപക്ഷെ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. 12-ാം തീയതി അടുക്കള കളി ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അതിൽ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിന്റെ അടയാളങ്ങൾ, ഇത്തരം സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവര് ശരിക്കും ഇവിടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. യുവതിയുടെ അച്ഛന്റെ ആരോപണം രാഹുലിന്റെ കുടുംബം തള്ളുകയാണ്. യുവതിയെ തടവിൽ വെച്ചിട്ടില്ലെന്നും എവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. യുവതി രാഹുലിനോട് ക്ഷമിച്ചതോടെ കേസ് നിലനിൽക്കില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ഷമീം പക്സൻ പ്രതികരിച്ചു. കേസ് റദ്ദാക്കാനുള്ള സത്യവാങ്മൂലം പരാതിക്കാരി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. തുടർ നടപടിക്കായി ഹൈക്കോടതിയെ സമീപിച്ചുവെന്നും അഭിഭാഷകൻ പറഞ്ഞു. പരാതിക്കാരിക്ക് പരാതിയില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം മാത്രമാണ് ഇത്. അതിൽ അവർക്ക് പരാതിയില്ലെങ്കിൽ അത് ഗവൺമെന്റ് കോടതി ഹൈക്കോടതി മുമ്പാകെ കോഷ് ചെയ്യാനുള്ള പ്രൊസീഡിങ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലീസ് തന്നെ ഒരു മാസമായിട്ടും ബഹുമാനപ്പെട്ട JFCM 3 കോടതി, പന്തീരാങ്കാവ് പോലീസ് പരിധിയിലുള്ള JFCM 3 കോടതിയിൽ ഈ പരാതിക്കാരിക്ക് പരുക്ക് പറ്റിയെന്ന് കാണിക്കുന്ന വൂണ്ട് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ റിപ്പോർട്ട് ഒരു മാസമായിട്ട് ഹാജരാക്കിയിട്ടില്ല. രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയാൽ അത്തരത്തിൽ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ രാഹുലിന് ജാമ്യം കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. യുവതിയെ കാണാനില്ലെന്ന് അച്ഛൻ പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെങ്കിലും താൻ സുരക്ഷിതയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് യുവതി വീണ്ടും തന്റെ യൂട്യൂബ് ചാനൽ വഴി വീഡിയോ സന്ദേശം പുറത്തുവിട്ടു. യുവതിയുടെ അച്ഛന്റെ പരാതിയിൽ വടക്കേക്കര പോലീസ് എടുത്ത കേസ് തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസിന് കൈമാറും. പെൺകുട്ടിയെ കാണാതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായതിനാലാണ് കേസ് കൈമാറുന്നത്. News 18 കൊച്ചി.